മഞ്ഞു മൂടിയ മലകളുടെയും പച്ചവെളിച്ചം ചോരുന്ന വയലുകളുടെയും നാട് വയനാട്. ഇവിടെയുണ്ട് പ്രകൃതിയോട് ചേർന്നു ജീവിക്കുന്ന ഒരാൾ, ചെറുവയൽ രാമൻ. വിത്തുകൾക്ക് കാവൽ നിന്ന് ഭൂമിക്ക് ഹൃദയമാകുന്ന ഒരു കർഷകൻ. പാരമ്പര്യത്തിനും പ്രകൃതി സ്നേഹത്തിനും ശക്തമായ ഒരു ജീവിതം. ഇത് മണ്ണിനോട് എഴുതിയ കത്തിൽ നിന്നുള്ള ഒരക്ഷരമാണ് രാമൻ. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാമേട്ടനാണ്. നമസ്കാരമുണ്ട്. ഞാൻ ചെറുവയൽ രാമൻ എന്നാണ് എൻ്റെ പേര്. ഞാനൊരു പരമ്പരാഗത കർഷകനാണ്. ഇന്നത്തെ കാലത്ത് കർഷകർ ആധുനിക കൃഷി രീതിയിലേക്ക് മാറുകയാണ്. ഒട്ടുമിക്കവാറും എളുപ്പവും ലാഭകരവുമായിട്ടുള്ള രീതികളാണവ. അതിനൊപ്പം രാമേട്ടൻ ഇപ്പോഴും പാരമ്പര്യ കൃഷി രീതി പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രചോദനം നൽകിയത് എന്താണെന്ന് വിവരിക്കാമോ? രാസവളവും കീടനാശിനിയും അതുപോലെ തന്നെ ടെക്നോളജി വെച്ച് ഉപയോഗിച്ചിട്ടുള്ള പരമ്പരാഗത ഹൈബ്രിഡ് ചെയ്തിട്ടുള്ള വിത്തുകൾ, അതായത് പരാഗണം ചെയ്ത വിത്തുകൾ, ഇതൊക്കെ കഴിക്കുമ്പോഴുണ്ടാകുന്ന മനുഷ്യന് ചില വൈകല്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിക്കും പല ദോഷങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ പിന്നാക്കം പോകാനുള്ള പ്രധാന കാരണം. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് നല്ല ഭക്ഷണം ആയിക്കൊള്ളട്ടെ എന്നും മറ്റൊന്ന് പ്രകൃതിയെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ പറ്റുമോ എന്നും ആണ് എൻ്റെ ഇപ്പോഴത്തെ കൃഷി രീതി കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പം അത് എത്ര കണ്ട് നല്ലതാണെന്നും എത്ര കണ്ട് മോശമാണെന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതാണ് ഞാൻ അങ്ങനെ പുതിയ കൃഷിയെ വരവേൽക്കാതെ പഴയ പരമ്പരാഗത കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ പുതിയ കാലത്തെ കൃഷി രീതികൾ സത്യത്തിൽ ആളുകൾക്കൊക്കെ ദോഷമാണെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, എന്നാണല്ലോ അപ്പം ഞാൻ ചോദിക്കട്ടപ്പോൾ നമുക്ക് കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതി ഉണ്ടാകുന്ന പ്രതിഭാസം, ജീവജാലങ്ങളുമായിട്ടുള്ളൊരു സംഘടനകൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ എന്തെല്ലോ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നാം അനുമാനിക്കേണ്ടത്. കാരണം 1950 എൻ്റെ ജനനം. 1955 ആകുമ്പോഴേക്കും 55-60 ആകുമ്പോഴേക്കും ഈ വയനാടിൻ്റെ പഴയ ആവാസ വ്യവസ്ഥ എൻ്റെ മനസ്സിലുണ്ട്. അന്ന് കാലത്ത് ഇങ്ങനെയുള്ളൊരു പ്രതിബന്ധങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ പുതിയ യുഗത്തിലേക്കും പുതിയ ജീവിതത്തിലേക്കും പുതിയ ജീവിത ശൈലിയിലേക്കും പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്തൊക്കെയോ പ്രതിബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് ഗുണപരമല്ലാത്ത അല്ലെങ്കിൽ പ്രകൃതിക്ക് ഗുണപരമല്ലാത്ത വസ്തു ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. വയനാടിൻ്റെ സമൃദ്ധമായ പാരമ്പര്യ സ്വത്ത്, അതായിട്ടുള്ള വയനാടൻ അരിയൊക്കെ സംരക്ഷിക്കുമ്പോൾ രാമേട്ടൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന്, കൃഷിയിലേക്ക് ആളുകൾ വരുന്നില്ല. രണ്ടാമത്, നമ്മൾ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാറില്ല. മറ്റൊന്ന്, തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്കിപ്പോൾ നേരിടുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒത്തിരി ആളുകൾ കൃഷിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള പ്രധാന കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യുവതലമുറ കൃഷിയിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ജീവിക്കാൻ പര്യാപ്തമായ അറിവുകൾ തരുന്നത് നിങ്ങൾ പാഠപുസ്തകം കാണുന്നില്ല. എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങളെ പാഠപുസ്തകം പഠിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ കഴിവിനനുസരിച്ച് കൃഷി സമ്പ്രദായം അനുകരിച്ച് വളരുക എന്നാണ് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നൊരു മാർഗം. കണ്ടില്ലെങ്കിൽ നിങ്ങൾ നാളേക്ക് ഭക്ഷണത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എക്കാലവും നമുക്കിങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. എപ്പോഴാണ് നമുക്ക് ഡൗണ് വരുന്നത് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബദൽ സംവിധാനം, അതിൽ ബദൽ പരിപാടി എന്ന നിലയ്ക്ക് നമ്മുടെ കൃഷി അറിവുകൾ നമ്മൾ സ്വായത്തമാക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. കാരണം എപ്പം വേണമെങ്കിലും നമുക്ക് പ്രതിബന്ധങ്ങൾ വന്നേക്കാം. കാരണം അങ്ങനെയാണ് നമ്മളെ രാജ്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ പല രാജ്യങ്ങളും യുദ്ധോപകരണങ്ങൾ വാരിക്കോരി കൂട്ടുന്നുണ്ട്. എപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവ വികാസം നടപ്പാകുക, എപ്പോഴാണ് അത് പൊട്ടിപ്പുറപ്പെടുക എന്ന് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് യുവതി യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭക്ഷണം
എപ്പോഴും നിങ്ങൾ കരുതണം, കരുതൽ ശേഖരം ഉണ്ടാവണം, ഒപ്പം തന്നെ അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് യുവാക്കളോടും യുവതികളോടും പറയാനുള്ളത്. കാരണം എപ്പോഴാണ് കാലഘട്ടം മാറുന്നതെന്നും പലതരത്തിലും വരാം. അത് പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവാം, പ്രകൃതി ദുരന്തങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ളൊരു ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അവർ തമ്മിലൊരു സ്വരച്ചേർച്ച ഉണ്ടാവാം, അവർ തമ്മിൽ ബ്ലോക്കുകൾ ഉണ്ടാവാം, ഇറക്കുമതിയിലും കയറ്റുമതിയിലുമൊക്കെ ചിലപ്പോൾ ബ്ലോക്കുകൾ വന്നേക്കാം. ഇതൊക്കെ വരും എന്ന് നമുക്കൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യുവാക്കളും യുവതികളും കൃഷിപ്പാടത്തേക്ക് ഇറങ്ങി നമുക്ക് ആവശ്യമായ ഭക്ഷണം എങ്ങനെ ശേഖരിക്കണം എന്നതിനെ പറ്റിയുള്ള അറിവുകൾ പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കർഷകൻ എന്ന നിലയിൽ 2018 പ്രളയവും ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? പ്രതിഭാസങ്ങൾ പലതുമുണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ എന്താ പറയുക, അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കണം എന്ന് തന്നെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അത് എങ്ങനെയൊക്കെ വരും, ഏത് തരത്തിൽ വരും എന്ന് നമുക്ക് പെട്ടെന്ന് പ്രവചിക്കാൻ കഴിയില്ല. എന്താണെങ്കിലും നമുക്ക് 2018, 2019 അതുപോലെ തന്നെ 2024, 23, 24 കാലഘട്ടത്തിൽ ചൂരൽമലയിൽ നമുക്കൊരു വലിയൊരു ദുരന്തവും ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങൾ നോക്കും. ഞാൻ പോയി 2-3 തവണ പോയിട്ട് സന്ദർശനം നടത്തിയതാണ്. ആ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം നീരുറവ, അതായത് അധിവർഷം കൊണ്ടുണ്ടായ സംഭവം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതല്ല എൻ്റെ പട്ടികയിൽ വന്നത്, എൻ്റെ നിരീക്ഷണത്തിൽ വന്നത് ഇതൊരു ഭൂകമ്പം എന്ന് വെച്ചാൽ ഒരു ജലബോംബ് പൊട്ടി ജലം ഒഴുകിയ പോലെയാണ്. എന്ന് വെച്ചാൽ ഭൂമിയിലടിയിൽ നിന്ന് ഭൂഗർഭ ജലത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് നടന്നേക്കാം. ഇപ്പോൾ തന്നെ സുനാമി പോലുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇപ്പം പ്രവചിച്ചുകൊണ്ട് വരുന്നത്. കാരണം കടൽ വല്ലാണ്ട് ചൂടാവുന്നു, ഏത് സമയം നോക്കുമ്പോഴും കടലിലെ ന്യൂനമർദ്ദമാണ്. അപ്പോൾ അത് വലിയൊരു പ്രതിഭാസമാണ്. അതുതന്നെ കടൽ നീരാവികൾ തണുത്ത കാറ്റടിക്കുമ്പോഴല്ലേ മഴയുണ്ടാവുന്നുള്ളതാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷം ചൂടാവുകയാണല്ലോ. അന്തരീക്ഷം ചൂടാവുമ്പോൾ അവിടെ തണുത്ത കാറ്റ് വരാൻ സാധ്യതയില്ല, മഴയുണ്ടാവാനും സാധ്യതയില്ല. അപ്പോൾ അവിടെയും പല പ്രതിബന്ധങ്ങൾ അവിടെയും വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ രാജ്യം, നമ്മൾ ജനങ്ങളും പോകുന്നത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എളുപ്പം എനിക്കും പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതയാത്രയും തുടരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. സ്കൂളുകളിൽ തന്നെ കൃഷിയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗം അങ്ങനെ ഇപ്പോൾ കാണാറില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ്, കുട്ടികൾക്ക് ഈ കൃഷിയെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ആത്മകഥയിൽ നിന്ന് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വിത്ത് എന്നൊരു മഹാത്ഭുതം എന്നും പറഞ്ഞിട്ടൊരു പാഠം കൊടുത്തിട്ടുണ്ട്. വിത്ത് എന്ന മഹാത്ഭുതം 7ാം ക്ലാസ്സിൽ കുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ പറയുന്നത് 7 മുതൽ 10ാം ക്ലാസ് വരെ, SLC വരെ, പ്ലസ് 1 വരെ കൃഷിപ്പാഠം നിർബന്ധമായി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവൻ്റെ വിത്തുകൾ, എന്തെല്ലാം വിത്തുകൾ ഭൂമിയിലുണ്ട്, നമുക്ക് മനുഷ്യർക്ക് കഴിക്കാവുന്ന പഴങ്ങളുടെ വിത്ത്, പച്ചക്കറി വിത്ത്, ധാന്യങ്ങളുടെ വിത്തുകൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്ന് വേണ്ട നമ്മുടെ കൃഷിയിൽ നമുക്ക് മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ വിത്തുകളെ പറ്റിയും അതിൻ്റെ ഒരു എന്താ പറയുക കൃഷി രീതികളെ സംബന്ധിച്ചും അല്പസ്വല്പമൊക്കെ നമ്മൾ പാഠഭാഗത്തിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അതിൽ നിന്ന് കുട്ടികൾ നമ്മൾ കൃഷിപാഠം പഠിച്ച് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൃഷിപാഠവും പഠിച്ച് മുന്നേറട്ടെ. അങ്ങനെ നമ്മൾ രാജ്യത്തെ നല്ലൊരു ഭക്ഷണം, സുരക്ഷിതമായൊരു ഭക്ഷണം, ആരോഗ്യമുള്ളൊരു മനുഷ്യനെ വാർത്തെടുക്കാൻ നിർബന്ധമാണ് ഭക്ഷണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ട് 7ാം ക്ലാസ് മുതലെങ്കിലും പ്ലസ് 1 വരെ വിദ്യാഭ്യാസത്തിൽപ്പെടെ കൃഷിപ്പാഠം കൊടുക്കണം എന്ന് തന്നെയാണ്. അത് തിയറിയിൽ മാത്രം പോരാ, അത് പ്രാക്ടിക്കലായിട്ടും നമ്മൾ കുട്ടികൾക്ക് കാണിക്കാൻ തയ്യാറാകണം. കാരണം പാടത്തിറക്കി കുട്ടികളെ പാടത്ത് കൂടി ചെയ്ത് ഒരു മണിക്കൂർ സമയമെങ്കിലും അതിനു വേണ്ടി പീരീഡ് കണ്ടെത്തി തിയറി ആയിട്ടല്ല പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ളതും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ കുട്ടികൾക്ക് കാണേണ്ടി വരും. അതിനുള്ള സൗകര്യം കൂടി നമ്മൾ സ്കൂളിൽ തലത്തിൽ തന്നെ കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് രാജ്യത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും
കൃഷിയും അതുപോലെ തന്നെ രാജ്യസുരക്ഷ പിന്നെ രാജ്യസ്നേഹം ഒക്കെ വളർത്തിയെടുക്കാൻ കഴിയും. മാത്രമല്ല കുട്ടികളിൽ നമ്മൾ ഇന്നത്തെ പ്രവണത, ഇന്ന് നമ്മൾ കുട്ടികൾ പലതരത്തിലുള്ള പ്രവണതയിലേക്ക് നീങ്ങുകയാണ്, മയക്കുമരുന്നുകളും ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനും ഇതൊരു പരിധി വരെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിത്തുകൾ ഒരുപാട് കൃഷി രീതികളെ കുറിച്ച് പരിചയപ്പെടാൻ പറ്റി, കൃഷി രീതികളൊക്കെ കാണാൻ സാധിച്ചു. വളരെ നന്ദിയുണ്ട്. അന്നേരം കൃഷി രീതികൾ പഠിക്കാനും ചെയ്യാനും നിങ്ങൾ മുന്നോട്ട് വരണം. അതിൻ്റെ ഒരു തുടക്കമായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ അഭിമുഖം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം.